ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാമത്തെ ടെസ്റ്റിൽ ഇപ്പോൾ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇന്നലെ ടെസ്റ്റിന്റെ 4ാമത്തെ ദിവസമായിരുന്നു. വെറും 40 റൺസ് മാത്രമേ ഇംഗ്ലണ്ടിന് ജയിക്കാൻ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. 6 വിക്കറ്റ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. എല്ലാവരും ഇന്ത്യ കളി തോറ്റെന്ന് ഉറപ്പിച്ചതായിരുന്നു. ആ സമയത്താണ് വലിയ ടെസ്റ്റ് നടന്നിരിക്കുന്നത്. ഇന്ത്യൻ ബൗളേഴ്സ് ഇംഗ്ലണ്ടിനെ എറിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാമത്തെ ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ ജയിച്ചെന്ന് ആരാധകർക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. 100% ഇംഗ്ലണ്ട് ജയിച്ച മത്സരമാണ്. അവസാനമാണ് ഇന്ത്യ കളി തിരിച്ചു പിടിച്ചത്. ഇന്ത്യ വെറും 6 റൺസിനാണ് ഈ ടെസ്റ്റ് ജയിച്ചിരിക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രം തന്നെ ഇന്ത്യ തിരുത്തി കുറിച്ചിരിക്കുകയാണ്. 10% പോലും വിജയ സാധ്യത ഇന്ത്യക്ക് ഇല്ലായിരുന്നു. അവിടെ നിന്നാണ് ഇന്ത്യ കളി തിരിച്ചു പിടിച്ചത്. കളി ജയിച്ചതിൽ നന്ദി പറയേണ്ടത് പ്രസിദ്ധ കൃഷ്ണയ്ക്കും സിറാജിനുമാണ്. സിറാജ് മികച്ച ബൗളിംഗ് ആണ് പുറത്തെടുത്തത്. ഇംഗ്ലണ്ടിന്റെ നടുവൊടിച്ചത് സിറാജായിരുന്നു. 5 വിക്കറ്റാണ് സിറാജ് ഇന്ന് നേടിയത്. സിറാജിന്റെ ബൗളിംഗിന് മുന്നിൽ ഇംഗ്ലണ്ട് ടീമിനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഫസ്റ്റ് ഇന്നിംഗ്സിൽ ഇന്ത്യ 224 റൺസും സെക്കൻഡ് ഇന്നിംഗ്സിൽ 396 റൺസും എടുത്തിട്ടുണ്ടായിരുന്നു. ഇംഗ്ലണ്ട് ആകട്ടെ ഫസ്റ്റ് ഇന്നിംഗ്സിൽ 247ഉം ഇപ്പോഴിതാ രണ്ടാമത്തെ ഇന്നിംഗ്സിൽ 367 റൺസിന് ഓൾ ഔട്ട് ആയിരിക്കുകയാണ്. വെറും 6 റൺസിന്റെ വിജയമാണ് ഇന്ത്യ നേടിയെടുത്തിരിക്കുന്നത്. ഇത്രയും ചെറിയ റൺസിന് ഇംഗ്ലണ്ട് തോൽക്കുമെന്ന് അവർ ഒരിക്കലും കരുതിയില്ല. ഈ ഒരു ടെസ്റ്റിന് തോറ്റെങ്കിൽ പരമ്പര ഇംഗ്ലണ്ട് കൊണ്ടുപോയനെ. ഇപ്പോഴിതാ ടെസ്റ്റ് പരമ്പര 2-2 സമനില ആയിരിക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിജയമാണ് ഇന്ത്യ ഇപ്പോൾ നേടിയിരിക്കുന്നത്. ജോ റൂട്ടും ഹാരി ബ്രൂക്കും സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്നവരെല്ലാം തന്നെ പെട്ടെന്ന് ഔട്ടായി മടങ്ങി. ഇതാണ് ഇംഗ്ലണ്ടിന് പണിയായത്. മുൻനിര ബാറ്റ്സ്മാൻമാർ നന്നായിട്ട് കളിച്ചുവെങ്കിലും മിഡിൽ ഓർഡർ ഫ്ലോപ്പായി. അങ്ങനെ ഇന്ത്യ അഞ്ചാമത്തെ ടെസ്റ്റിൽ ജയിച്ചിരിക്കുകയാണ്. ആരാധകർക്ക് സന്തോഷം അടക്കാൻ സാധിക്കുന്നില്ല. കാരണം തോറ്റെന്നുറപ്പിച്ച മത്സരമാണ് അവസാനം വിജയിച്ചു കയറിയത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.